അമ്മമ്മ എന്താ ഈ വലിച്ചു കേട്ടണേ? ശിവമൂലി നല്ലതാ, സുഖം. അതൊന്ന് മാറ്റി വെക്കൂ. എനിക്ക് എന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. ജീവിതം എന്ന് പറഞ്ഞ ഓ ഇതാണ് കുട്ടി, ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ. ഊണ് സുഖായോ? പരമസുഖം. വയറ് നിറച്ചുകൊണ്ടിട്ട് നാള് കുറേ. നീ ഉണ്ടോ? എനിക്കിന്ന് നൊയമ്പാണ്. ജലപാനം മാത്രമേ ഉള്ളൂ. ഞാൻ നാടായ നാടൊക്കെ ചുറ്റണം. നീ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചുറ്റണം. നിങ്ങൾ നോക്കൂ, ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാഞ്ഞാള് നമ്മുടെ ചത്തുപോയ സരോജിനിയുടെ ഭർത്താവ് നാരായണൻ നായർ ഒരു പെണ്ണന്വേഷിക്കുന്നുണ്ട്. അമ്മാമ്മ ആലോചിക്കട്ടെ. നല്ല നില. ഒന്ന് നിർത്തോ? ഇതാണ് അമ്മാമ്മയ്ക്ക് കുറെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. അല്ല കുട്ടി, ഒരു കുടുംബജീവിതം. ഞാനിപ്പോ എന്താ കുടുംബത്തിലല്ലേ ജീവിക്കണേ? അമ്മാമ്മയോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന്. ഇനി ഇങ്ങനെ ഒരു കാര്യം എന്നോട് സംസാരിച്ചാ പിന്നെ ഈ പടി കയറ്റില്ലേ ഞാൻ. പോട്ടെ പോട്ടെ, ഇല്ല ഇനിയും ഉണ്ടില്ല. എനിക്ക് ഉറങ്ങാൻ സമയമായി. വേറെന്തെങ്കിലും അമ്മാമ്മയ്ക്ക് പറയാനുണ്ടോ? ഓവ്, അത് പിന്നെ നീ ദേഷ്യപ്പെടുന്നു ചെയ്യരുത്. ഗോവിന്ദൻകുട്ടി ഒരു കാര്യം നിന്നോട് പറയാൻ പറഞ്ഞു. എത്ര നാളെന്ന് വെച്ചാ അവൻ ഭാര്യയോട്ട് കഴിയാ. അവനും വേണ്ട ഒരു വീട്. അവൻ വലിയ സങ്കടത്തിലാ. ഈ സങ്കടം ഇവർക്ക് മാത്രമേ ഉള്ളൂ? ഞാനൊരു മനുഷ്യജീവിയല്ലേ? 21 വയസ്സിൽ തലയിൽ എടുത്തു വെച്ച ഭാര്യ. അച്ഛൻ പണ്ടേ പോയി, പിന്നാലെ അമ്മയും. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മാമ്മ ഞാൻ ഇവരെയൊക്കെ വളർത്തിയുണ്ടാക്കിയത്. പരമേട്ടൻ കല്യാണം കഴിച്ച് മാറി. എനിക്കും ഉണ്ടായിരുന്നു മോഹങ്ങള്. അതൊക്കെ വേണ്ടെന്ന് വെച്ചത് ഞാനൊരു പെണ്ണല്ലാണ്ടല്ല. ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഗോവിന്ദൻകുട്ടിക്ക് ശാന്തയ്ക്കും ആരും ഇല്ലാണ്ടാവും. അതുകൊണ്ടാ അവനെ പഠിപ്പിച്ച് ജോലിയാക്കി ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ലേ? നല്ലൊരു കുടുംബത്തിൽ തന്നെയല്ലേ ശാന്തം കെട്ടിച്ചു കൊടുത്തത്? എന്നിട്ട് ഇവരാരും എന്നോട് ചോദിച്ചിട്ടില്ല ചേട്ടത്തിക്ക് വേണ്ട ഒരു ജീവിതം ഒന്ന്. നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് നിന്ന് സൂചിച്ചു പോയാ പോരെ? അതെങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞോട്ടെ. അമ്മണിക്കുട്ടി അവളെ വിഷമിപ്പിക്കാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. പോയി കിടക്കൂ. 4 മണിക്ക് എണീക്കേണ്ടതല്ലേ? അത് ഞാൻ തീരുമാനിച്ചോളാം. എന്നെ ആരും ഭരിക്കൊന്നും വേണ്ട. എന്നിട്ട് ഗോവിന്ദൻകുട്ടിക്ക് എന്താണ് വേണ്ടത്? ഈ തറവാടും പറമ്പും ഞാൻ പറ്റിച്ചെടുത്തൊന്നുമല്ല. ഇവരുടെയൊക്കെ ഭാഗത്തിന് ഞാൻ മര്യാദ വിലയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭാര്യ വീട്ടിൽ കൊണ്ട് കൊടുത്തു. പിന്നെ വീട് വയ്ക്കാൻ സ്ഥലമില്ല. സ്ഥലം ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ലോൺ കിട്ടും. ശാരദയുടെ തൊട്ട് അടുത്ത് തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാലം ഒടിച്ചപ്പോ ദാനമായിട്ട് കൊടുത്തതാ ഈ 15 സെന്റ്. ഇപ്പൊ അത് വിറ്റ് കാശാക്കണം. വീട് വാങ്ങാനൊന്നുമല്ല, എനിക്കറിയാം. ഭാര്യ വീട്ടുകാർ കൊണ്ട് കൊടുക്കണം. അത് ഞാൻ സമ്മതിക്കണോ? അമ്മമ്മ പറ. സമ്മതിക്കരുത്. സൂചി കുത്താൻ ഇടം ചോദിച്ചിട്ട് തൂമ്പാക്കഴിയും തൂമ്പയും കടത്തണമെന്ന് പറഞ്ഞ കഷ്ടം. ഒരു കാര്യം എനിക്ക് അമ്മാമ്മയോട് പറയാനുണ്ട്. ആരുടെയും ദൂതനും വക്കീലായിട്ടൊന്നും എന്റെ വീട്ടിൽ വരണ്ട. വന്നാൽ 10 പൈസ ഒരുപിടി ചോറോ ഞാൻ തരില്ല. എനിക്ക് ആരുടെ സഹായം വേണ്ട. കഞ്ഞിയാണ് പ്രശ്നം. എന്റെ കഞ്ഞിയെ ഞാൻ എന്തിനു പാറ്റിടണം? ഞാൻ കൃഷ്ണ, മുകുന്ദ, ഗോവിന്ദ. ഗോവിന്ദനില്ല.